അമേരിക്കയും ഇസ്രായേലും നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി മകൻ മുജ്തബ ഖമേനിയെ തെരഞ്ഞെടുത്തു. മുജ്തബയെ ഇറാനി സുപ്രീം ലീഡറായി തെരഞ്ഞെടുത്തതായി ദേശീയ ടെലിവിഷൻ അറിയിച്ചു. ഇതിനിടെ പശ്ചിമേഷ്യയിൽ യുദ്ധസാഹചര്യം മാറ്റമില്ലാതെ തുടരുകയാണ്. സൗദിയിൽ മിസൈൽ അവശിഷ്ടം വീണ് ഇന്ത്യക്കാരനടക്കം 2 പേർ കൊല്ലപ്പെട്ടു. ഇതിനിടെ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100. ലോകത്തിന്റെ സുരക്ഷയ്ക്കായി നൽകേണ്ടി വരുന്ന ചെറിയ വില മാത്രമാണിതെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അജയ്, ഇറാന്റെ നേതാവായി ആര് വന്നാലും അവരെ വധിക്കുമെന്ന ഇസ്രായേലിന്റെ ഭീഷണിക്കിടയിലാണ് മുജ്തബ ഇപ്പോൾ ആ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. മുജ്തബയിലേക്ക് ആ പദവി എത്തുമെന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല. ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു, പ്രഖ്യാപനം മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ഇപ്പോൾ മുജ്തബയുടെ നേതൃത്വത്തിൽ പോരാട്ടം തുടരാനാണോ ഇറാന്റെ തീരുമാനം? രഞ്ജിത്ത്, ഇപ്പോൾ നിലവിൽ ഫെബ്രുവരി 28-ാം തീയതി ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നാളിതുവരെ അമേരിക്ക അവരുടെ യാതൊരുവിധ അവരുടെ ആദ്യം പ്രഖ്യാപിച്ചിരുന്ന ലക്ഷ്യങ്ങളൊന്നും അച്ചീവ് ചെയ്തില്ല എന്ന് മാത്രമല്ല, കാര്യങ്ങൾ അവരുടെ കൈവിട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഈ US ആദ്യം അവകാശപ്പെട്ടിരുന്നത് അവർ ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരും, അവിടെ പുതിയൊരു സർക്കാരിനെ നിയമിക്കും, അത് US കൂടി താല്പര്യമുള്ള ഒരാളായിരിക്കും ഇറാന്റെ അടുത്ത നേതാവായി വരിക എന്നെല്ലാം US പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ ആക്രമണം നടന്ന് ഏതാണ്ട് ഒരാഴ്ച പിന്നിടുന്ന ഈ ഘട്ടത്തിൽ ഇറാൻ അവരുടെ പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആയത്തുള്ള അലി ഖമനയുടെ മകനായിട്ടുള്ള മുജ്തബ ഖമനയാണ് പുതിയ ഇറാന്റെ പരമോന്നത നേതാവ്. ഈ 55-കാരൻ ഇതിനു മുൻപേ തന്നെ ഇറാൻ രാഷ്ട്രീയത്തിൽ വളരെ കടുത്ത പിടിപാടുള്ള ഒരു നേതാവ് തന്നെയാണ്. ഇതിനു മുൻപേ ഇറാൻ ഇറാഖ് യുദ്ധം നടന്ന സമയത്ത് IRGCയുടെ ഭാഗമായി എല്ലാം പോരാളിയിട്ടുള്ള ഒരു സൈനികൻ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ IRGCയുമായി അടുത്ത ബന്ധം ഇയാൾക്കുണ്ട്. അവിടെ ഭരണകേന്ദ്രങ്ങളിൽ നിരവധി കാര്യങ്ങളിൽ പല നിർണായക തീരുമാനങ്ങളും ഇദ്ദേഹം എടുത്തിരുന്നു. ആയത്തുള്ള അലി ഖമനെ ജീവനോടെ ഇരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിനെ നിയന്ത്രിച്ചിരുന്നത് മുജ്തബ ഖമനെയായിരുന്നു. ഇദ്ദേഹത്തെ വകവരുത്താനുള്ള നിരവധി ശ്രമങ്ങളുണ്ടായി. എന്നാൽ അതെല്ലാം ഇപ്പോൾ ഈയൊരു നിലവിൽ ഇറാൻ പ്രതിരോധിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നാൽ അധികം പൊതുവേദികളിലൊന്നും മുജ്തബ ഖമനേയി ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ആയത്തുള്ള അലി ഖമനയെ പോലെ വലിയ ഒരു പബ്ലിക് സ്പീക്കർ അല്ല. ഈ നിലവിൽ ഈ ആക്രമണം തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്തത് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി, അതുപോലെ അവരുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ നേതാവായിട്ടുള്ള അലി ലാരിജാനി, പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ഇവരെല്ലാവരുമായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണെങ്കിലും മുജ്തബ ഖമനേയി ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നില്ല. പൊതുവേദികളിൽ വളരെ കുറച്ച് മാത്രം ഇടപെട്ട്, എന്നാൽ സൈന്യത്തിൽ തന്റെ നിർണായകമായിട്ടുള്ള പിടിപാട് അദ്ദേഹം എപ്പോഴും തുടർന്നു വന്നിരുന്നു. ഇപ്പോൾ പുതിയ നേതാവിനെ തെരഞ്ഞെടുത്ത് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഇറാന്റെ ഈ നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് പുതിയ നേതാവിന്റെ ഒരു നേതൃത്വത്തിൽ ഇറാൻ അവരുടെ ആദ്യത്തെ മിസൈൽ ആക്രമണം നടത്തി എന്ന് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിലേക്കാണ് ഈ മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നത്. ഈ പുതിയ വിവരത്തിന് അവരുടെ നാഷണൽ ബ്രോഡ്കാസ്റ്റ് മീഡിയ ആയിട്ടുള്ള IRIB അവരൊരു ടെലഗ്രാം പോസ്റ്റായിട്ടാണ് ഇത് ഇട്ടിട്ടുള്ളത്. അതിൽ ഒരു മിസൈലിന്റെ ചിത്രത്തിനോടൊപ്പം അറ്റ് യുവർ സർവീസ് സയ്യിദ് മുജ്തബ എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനോടെയാണ് ഈ ഒരു ചിത്രം പങ്കുവച്ചിട്ടുള്ളത്. അതുപോലെ അവരുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇറാനിലെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, അദ്ദേഹം വ്യക്തമായിട്ടുള്ളത് ഇറാനിൽ അന്തസ്സിന്റെയും ശക്തിയുടെയും ഒരു പുതുയുഗം പിറക്കാൻ പോകുന്നു. മുജ്തബ ഖമനയുടെ നേതൃത്വത്തിൽ ഇറാന്റെ ഐക്യം, ഒരു പുതിയ ഐക്യം അത് രാജ്യത്ത് കൊണ്ടുവരും എന്നെല്ലാമാണ് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ അതെല്ലാമാണ് ഇറാനിലെ പുതിയ സാഹചര്യം. അതേസമയം പശ്ചിമേഷ്യയിൽ ആക്രമണം വളരെ കടുത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇറാനിൽ പുതിയ നേതാവ് വന്ന് ആ നേതാവിന്റെ ഒരു നേതൃത്വത്തിൽ ഇനിയുള്ള ആക്രമണം മുന്നോട്ട് പോകും എന്നെല്ലാമാണ് അവരുടെ ഭരണ നേതൃത്വം വ്യക്തമാക്കുന്നത്. IRGC ഇതിനോടകം തന്നെ മുജ്തബ ഖമനേയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയ തരത്തിലാണ് ആക്രമണങ്ങൾ പോകുന്നത്. ഇതിനിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഇന്നലെയൊക്കെ ബഹ്റിനിലെ മറ്റും സമുദ്രജല സംഭരണശാലകൾക്ക് നേരെയുള്ള ആക്രമണമൊക്കെ വലിയ വാർത്തയായിരുന്നല്ലോ അജയ്. അത് ഈ പറഞ്ഞതുപോലെ ജലയുദ്ധം ആരംഭിച്ചു എന്ന നിലയിലൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ ഗൾഫിലെ പല മേഖലകളിലും ആക്രമണം ഉണ്ടായിരുന്നു. അത് പ്രധാനപ്പെട്ട ഒന്നായി മാറിയ പശ്ചാത്തലമുണ്ട്. നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. ഇന്ത്യക്കാരടക്കം കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. GCC രാജ്യങ്ങൾ യോഗം ചേരുന്നുണ്ട്. GCC രാജ്യങ്ങളിലെ ചില പ്രതിനിധികൾ ട്രംപുമായി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഗൾഫ് മേഖലയിലേക്കുള്ള ആക്രമണം കടുപ്പിക്കുന്നു ഇറാൻ
വരും ദിവസങ്ങളിലും എന്ന് വേണമോ കരുതാൻ? തീർച്ചയായിട്ടും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നിട്ടുള്ളത്, ഒരു സംഘർഷം രൂക്ഷമായിട്ടുള്ളത് സൗദി അറേബ്യയിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സൗദിയിലുള്ള അൽ ഖുർജ് നഗരത്തിൽ ഒരു ഇന്ത്യൻ പൗരനും അതുപോലെ തന്നെ ഒരു ബംഗ്ലാദേശി പൗരനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. 12 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരവുമുണ്ട്. ഇതൊരു ഇറാനിയൻ ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്തപ്പോൾ ഇതിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ പതിച്ചാണ് ഈ ഒരു ഇന്ത്യൻ പൗരൻ ബംഗ്ലാദേശി പൗരനും കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ അവരുടെ ഷ്യാബ എണ്ണപ്പാടത്തിന് നേരെയും ആക്രമണം ഉണ്ടായതായിട്ട് വിവരമുണ്ട്. 4 ഡ്രോണുകളാണ് ഈ എണ്ണപ്പാടം ലക്ഷ്യമാക്കി പറന്നു വന്നത്. സൗദി അറേബ്യ ഈ 4 ഡ്രോണുകളും പ്രതിരോധിച്ചു എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇവർ മിസൈൽ അടക്കം പ്രതിരോധിച്ചിട്ടുണ്ട്. എന്നാൽ മിസൈലിൽ നിന്നുള്ള അവശിഷ്ടം വീണാണ് ഈ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലേക്കാണ് ഈ മിസൈലിന്റെ അവശിഷ്ടം പതിച്ചത്. ഈ ബിൽഡിംഗ് നശിക്കുകയും അതിനെ തുടർന്നാണ് ഈ 2 പേർ കൊല്ലപ്പെടുന്ന, അതുപോലെ 12 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇയാളെ സംബന്ധിച്ചുള്ള ഈ ഇന്ത്യക്കാരൻ്റെ മറ്റ് വിവരങ്ങളൊന്നും നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ ലഭ്യമല്ല. അതുപോലെ തന്നെ സൗദിയിൽ ഈ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ എല്ലാ അമേരിക്കൻ പൗരന്മാരോടും അടിയന്തര സേവനങ്ങൾ നടത്തുന്ന ജീവനക്കാരൊഴിച്ച് മറ്റെല്ലാ അമേരിക്കൻ പൗരന്മാരോടും കുടുംബത്തോടടക്കം സൗദി അറേബ്യയിൽ നിന്ന് US എത്തണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി US ഭരണകൂടം നൽകിയിട്ടുണ്ട്. റിയാദിലാണ് ഈ US എംബസി സ്ഥിതി ചെയ്യുന്നത്. എത്രയും വേഗം രാജ്യം വിടാനാണ് അവിടെയുള്ള US ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആക്രമണം രൂക്ഷമായി ഇപ്പോൾ സംഘർഷം ഈ ഫെബ്രുവരി 28 തുടങ്ങി ആദ്യമായാണ് ഇത്ര വലിയൊരു നിർദ്ദേശം സൗദിയിലെ ജീവനക്കാർക്ക് നൽകുന്നത്. അതുപോലെ ഖത്തറിലും മിസൈൽ ആക്രമണം രൂക്ഷമാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നിരവധി മിസൈലുകൾ അവർ പ്രതിരോധിച്ചിട്ടുണ്ട്. ഖത്തറിൽ ഈ സംഘർഷം രൂക്ഷമായതോടെ, ഈ ആക്രമണം രൂക്ഷമായതോടെ അവിടെ ഒരു എലിവേറ്റഡ് എമർജൻസി അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങളോടെല്ലാവരോടും വീടുകളിലും ബങ്കറുകളിലും തുടരണം എന്നാണ് നിർദ്ദേശം. ജനലുകൾക്ക് അരികിൽ നിൽക്കരുതെന്നും തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുതെന്നും കർശന നിർദ്ദേശം എല്ലാവരുടെ മൊബൈൽ ഫോണുകളിലേക്ക് മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ട്. ഇതിനിടെ ക്രൂഡ് ഓയിൽ വില വളരെയധികം ഉയരുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 കഴിഞ്ഞ് 108.77 എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം 28% വർധനവാണ് നിലവിൽ ക്രൂഡ് ഓയിലിന് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ 2020 കോവിഡ് കാലത്തിന് ശേഷം ഇത്ര വലിയൊരു വർധനവ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴാണ്. എന്നാൽ ട്രംപ് വളരെ നിസ്സാരമായി ഇതിനെ തള്ളിക്കളയുന്ന ഒരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ട്രംപ് പറയുന്നത് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ള വർധനവ് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസം മാത്രമാണ്. ഈ ഇറാൻ സംഘർഷം കാരണം ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഭാസം. ഇത് ഉടൻ തന്നെ താഴേക്ക് വരും. ഈ ഒരു വില വർധനവ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെയും അമേരിക്കയുടെയും സമാധാനത്തിന് വേണ്ടി ചിലവാക്കേണ്ടി വരുന്ന വളരെ ചെറിയൊരു തുക മാത്രമാണ്. അല്ലാതെ ചിന്തിക്കുന്നവർ മണ്ടന്മാരാണ് എന്നും അദ്ദേഹം ഈ പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനമാണ് ട്രംപ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും അതാണ് സാഹചര്യം.